ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ഫോർ യു. ഊട്ടി സീരീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലെ ഒരു ടീ ഫാക്ടറിയിലാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്കൊരു ചോക്ലേറ്റ് ഫാക്ടറി കൂടി കാണാം. വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. അതോടൊപ്പം തന്നെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയയും കൂടി ഉണ്ട്. അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ടീ ഫാക്ടറിയിലോട്ടുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പാലം കടന്നിട്ട് വേണം നമുക്ക് ടീ ഫാക്ടറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മേൽപ്പാലം കടന്നിട്ട് വേണം ടീ ഫാക്ടറിയുടെ അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. പാലത്തിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഊട്ടി പട്ടണം മൊത്തമായിട്ട് തന്നെ കാണാം. നൈറ്റൊക്കെ കാണാനാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂ നല്ലപോലെ തന്നെ ഉണ്ട്. ടിക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീ ഫാക്ടറിയിലേക്കും അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടും കിടക്കുന്ന എൻട്രൻസ് സെയിം ആണ് കേട്ടോ. 20 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് അകത്തോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ടീ മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പും കൂടി ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറുവാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു പച്ച തേയിലയുടെ മണമാണ് കേട്ടോ മൂക്കിലോട്ട് കയറുന്നത്. നുള്ളിക്കൊണ്ട് വരുന്ന ആ പച്ച തേയില ഉണ്ടല്ലോ, ചായപ്പൊടിയായിട്ട് മാറുന്നതിൻ്റെ പ്രോസസ്സൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചായപ്പൊടികൾ തരം തിരിച്ചിട്ടാണ് കേട്ടോ പാക്കിംഗ് ഒക്കെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് ഈ തേയിലയെല്ലാം നമുക്ക് ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ ചായപ്പൊടി എല്ലാം തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആ ഓരോ ഫ്ലേവേഴ്സ് അനുസരിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. തേയിലയൊക്കെ നുള്ളിക്കൊണ്ടുവരുന്ന തേയിലയെല്ലാം തന്നെ ഇവിടെ ഒരു മെഷീനിൽ തന്നെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വാടി കിടക്കുന്ന തേയിലയെല്ലാം ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായപ്പൊടിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ കുഴൽ വഴിയായിട്ടാണ്, ഓരോ മെഷീൻസാണിത്, അതുവഴിയായിട്ടാണ് താഴത്തെ ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മെഷീനിൽ കൂടെ വരുന്ന ചായപ്പൊടി പല പല ക്വാളിറ്റിയിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഭയങ്കര നൈസായിട്ടുള്ള പൊടികളുണ്ടാകും, കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടികളുണ്ടാകാം. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പല ഡിഫറെൻറ്റ് കമ്പനീസിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പൊടികളെല്ലാം തന്നെ ഓരോ ക്വാളിറ്റി വൈസിലായിരിക്കും മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. ഹോം വുഡ് എന്നാണ് കേട്ടോ ഈ ഒരു കമ്പനിയുടെ പേര് വരുന്നത്. ഈ ഫാക്ടറിയിൽ വിസിറ്റേഴ്സ് വരുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ചായയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചായയാണ്. നമുക്ക് കിട്ടിയ ചായയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ച ആ ഒരു ചായയുടെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ഫ്ലേവറിൽ തന്നെ ഇവിടെ ചായപ്പൊടി വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 1/2 കിലോ 1 കിലോ അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് kgയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയും കൂടി കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അകത്തേക്കാണ് കേട്ടോ നമ്മളിനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നാണെങ്കിലും ടീ ഫാക്ടറിയിൽ നിന്നാണെങ്കിലും കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ചായയും അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് നമുക്ക് സാമ്പിൾ ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ വാങ്ങാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിങ്ങും ഡെലിവറി എല്ലാം ഡിഫറെൻറ്റ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ക്യൂ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ അപ്പോൾ ചായപ്പൊടി മാത്രമല്ല കേട്ടോ കിട്ടുന്നത്. ചായപ്പൊടിയും ചോക്ലേറ്റും കൂടാതെ ഇവിടെ ഒട്ടനവധി നാച്ചുറൽ പ്രൊഡക്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ജെല്ലും അലോവേര ജെല്ലും ഫേസ് ഗ്ലോയിങ് ജെല്ലും അതുപോലെ തന്നെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ, നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നാച്ചുറൽ പ്രൊഡക്റ്റും ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഊട്ടിയിലെ ടീ ഫാക്ടറിയും ടീ മ്യൂസിയം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറിയും അതുപോലെ തന്നെ നാച്ചുറൽ പ്രൊഡക്റ്റൊക്കെ കൂടിയുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.